ശിവഗിരി എച്ച് റേഡിയോ സദസനിത പനിത മഗ മഗരിസ സദസനിത പനിത മഗ മഗരിസ ശിവഗിരി എച്ച് റേഡിയോ. MDക്ക് ശിവഗിരി എച്ച് റേഡിയോയുടെ പ്രണാമം. വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് യുവിക, അനാമിക. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. MT വാസുദേവൻ നായർ ഇനി ഓർമ്മ. ശിവഗിരി തീർത്ഥാടനത്തിൽ കുട്ടികളുടെ പദയാത്ര. ആധുനിക ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ശില്പി മൻമോഹൻ യുഗാന്ത്യം. ശാന്തിഗിരി ഫെസ്റ്റ് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം സൗജന്യം. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. MT വാസുദേവൻ നായർ ഇനി ഓർമ്മ. നക്ഷത്ര സമാനമായ വാക്കുകളെ കാലത്തിനപ്പുറം പ്രതിഷ്ഠിച്ച അതിമഹാനായ എഴുത്തുകാരൻ MT വാസുദേവൻ നായർ ഇനി ഓർമ്മ. തലമുറകളുടെ സ്നേഹവാത്സല്യങ്ങൾക്കും ആദരവുകൾക്കും നടുവിൽ പതിറ്റാണ്ടുകളായി മലയാള സാഹിത്യ ലോകത്തെ സുഹൃതമായി പരിലസിച്ച ആതുല്യ പ്രതിഭ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. മാധുര്യമൂറുന്ന ഭാഷയിൽ തലമുറകളെ മലയാളത്തോട് അങ്ങേയറ്റം ഹൃദ്യമായി വിളക്കിച്ചേർത്ത അദ്ദേഹത്തിന്റെ അന്ത്യം കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു. 91 വയസ്സായിരുന്നു. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഒരാഴ്ചയായി ചികിത്സയിലായിരുന്നു. സാഹിത്യരംഗത്ത് ഇന്ത്യയിൽ നൽകപ്പെടുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമായ ജ്ഞാനപീഠം 1995 MDക്ക് ലഭിച്ചിരുന്നു. 2005 രാജ്യം അദ്ദേഹത്തെ പത്മഭൂഷൺ നൽകി ആദരിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, മാതൃഭൂമി പുരസ്കാരം, ഓടക്കുഴൽ അവാർഡ്, മുട്ടുത്തുവർക്കി അവാർഡ്, പത്മരാജൻ പുരസ്കാരം എന്നിങ്ങനെ എണ്ണപ്പെട്ട പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു. മലയാള സാഹിത്യത്തിന് നൽകിയ അമൂല്യ സംഭാവനകൾ കണക്കിലെടുത്ത് കോഴിക്കോട് സർവകലാശാലയും മഹാത്മാഗാന്ധി സർവകലാശാലയും അദ്ദേഹത്തിന് D.Litt ബിരുദം നൽകി ആദരിച്ചു. അദ്ദേഹം തിരക്കഥ എഴുതി ആദ്യമായി സംവിധാനം ചെയ്ത നിർമാല്യം 1973 ഏറ്റവും നല്ല ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടി. ഇതിനു പുറമെ 30-ലേറെ ദേശീയ സംസ്ഥാന അവാർഡുകൾ ലഭിച്ചു. 1957 മാതൃഭൂമിയിൽ സബ് എഡിറ്ററായി ജോലിയിൽ പ്രവേശിച്ച MT 1968 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ പത്രാധിപരായി. 1981 ആ സ്ഥാനം രാജിവെച്ചു. 1989 പീരിയോഡിക്കൽസ് എഡിറ്റർ എന്ന പദവി തിരികെ മാതൃഭൂമിയിലെത്തി. മാതൃഭൂമിയിൽ നിന്നും വിരമിച്ച ശേഷം കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനായും പിന്നീട് തുഞ്ചൻ സ്മാരക സമിതിയുടെ അധ്യക്ഷനായും സേവനമനുഷ്ഠിച്ചു. നിലവിൽ തുഞ്ചൻ സ്മാരക സമിതിയുടെ അധ്യക്ഷനാണ് അദ്ദേഹം. 1933 ജൂലൈ 15 പൊന്നാനി താലൂക്കിലെ കുടല്ലൂരിലായിരുന്നു ജനനം. പുന്നയൂർകുളം T. നാരായണൻ നായരുടെയും അമ്മാളു അമ്മയുടെയും 4 ആൺമക്കളിൽ ഏറ്റവും ഇളയ ആളായിരുന്നു MT. മലമക്കാവ് എലമെന്ററി സ്കൂൾ, കുമരനെല്ലൂർ ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ പ്രാഥമിക വിദ്യാഭ്യാസം. പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് 1953 രസതന്ത്രത്തിൽ ബിരുദം നേടി. ബിരുദം പൂർത്തിയാക്കിയ ശേഷം കുറച്ചുകാലം അധ്യാപകനായി ജോലി നോക്കി.
പരിചിതമായ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കാലാതിവർത്തിയായ പല നോവലുകളും അദ്ദേഹം എഴുതിയത്. 1958 പ്രസിദ്ധീകരിച്ച നാലുകെട്ടാണ് ആദ്യ പുസ്തക രൂപത്തിൽ പുറത്തുവന്നത്. തകരുന്ന നായർ തറവാടുകളിലെ വൈകാരിക പ്രശ്നങ്ങളും മരുമക്കത്തായത്തിനെതിരെ ചൂണ്ടുവിരലുയർത്തുന്ന ക്ഷുഭിത യൗവനങ്ങളുടെ കഥയും പറഞ്ഞ നോവൽ 1959 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടി. കാലം, അസുരവിത്ത്, വിലാപയാത്ര, മഞ്ഞ്, NP മുഹമ്മദുമായി ചേർന്നെഴുതിയ അറബിപ്പൊന്ന്, രണ്ടാമൂഴം തുടങ്ങിയ നോവലുകൾ. കൂടാതെ വായനക്കാർ നെഞ്ചോട് ചേർത്ത ഒട്ടനവധി പ്രസിദ്ധമായ ചെറുകഥകളും നോവലെറ്റുകളും. 1984 രണ്ടാമൂഴം പുറത്തുവരുന്നത്. മഹാഭാരതം കഥയിലെ പല ഏടുകളും ഭീമന്റെ വീക്ഷണകോണിൽ നിന്ന് നോക്കിക്കാണുന്ന വിധത്തിൽ ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി എഴുതിയ കൃതിയായിരുന്നു അത്. അതിനുശേഷം 90കളിലാണ് വാരണാസി പുറത്തുവരുന്നത്. സാഹിത്യ ജീവിതം പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് MTയുടെ സിനിമാ ജീവിതവും. സാഹിത്യ ജീവിതത്തിന്റെ തുടർച്ച തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതവും. സ്വന്തം കൃതിയായ മുറപ്പെണ്ണിന് തിരക്കഥ എഴുതിയാണ് MT ചലച്ചിത്ര ലോകത്തേക്ക് പ്രവേശിക്കുന്നത്. തുടർന്ന് തിരക്കഥാകൃത്ത്, സംവിധായകൻ എന്നിങ്ങനെ മലയാള ചലച്ചിത്ര ചരിത്രത്തിലെ നാഴികക്കല്ലുകളായി മാറിയ 50ലേറെ ചിത്രങ്ങളുടെ പിന്നണിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. നിർമാല്യം, ബന്ധനം, മഞ്ഞ്, വാടിക്കുഴി, കടവ്, ഒരു ചെറുപുഞ്ചിരി എന്നിങ്ങനെ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. ശിവഗിരി തീർത്ഥാടനത്തിൽ കുട്ടികളുടെ പദയാത്ര. ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായി നടന്ന കുട്ടിപ്പദയാത്ര ശിവഗിരിയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്ന് എത്തിച്ചേർന്ന 2.5 വയസ്സ് മുതൽ 14 വരെ പ്രായമുള്ള കുട്ടികളായിരുന്നു പദയാത്രയിൽ അണിനിരന്നത്. ഗുരുദേവൻ 100 വർഷം മുമ്പ് സ്ഥാപിച്ച ശിവഗിരി ഹയർ സെക്കൻഡറി സ്കൂൾ ഒത്തുചേർന്ന ശേഷമാണ് ശിവഗിരിയിലേക്ക് പദയാത്രകൾ എത്തിച്ചേർന്നത്. ആധുനിക ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ശില്പി മൻമോഹൻ യുഗാന്ത്യം. രാജ്യത്ത് സാമ്പത്തിക ഉദാരീകരണത്തിന് വാതിൽ തുറന്ന ധനകാര്യ വിദഗ്ധനും കോൺഗ്രസ് നേതാവും മുൻ പ്രധാനമന്ത്രിയുമായ ഡോക്ടർ മൻമോഹൻ സിംഗ് അന്തരിച്ചു. 92 വയസ്സായിരുന്നു. ഡൽഹിയിലെ എയിംസ് ആശുപത്രിയിൽ വ്യാഴാഴ്ച രാത്രി 9:51 അന്തരിച്ചത്. 2 വർഷമായി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന അദ്ദേഹത്തെ ശ്വാസകോശ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്നാണ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത്. മരണസമയത്ത് ഭാര്യ ഗുർശരൺ കൗർ, മക്കളായ ഉപീന്ദർ, ദമൻ, അമൃത് എന്നിവരും പ്രിയങ്ക ഗാന്ധിയും സമീപത്തുണ്ടായിരുന്നു. കോൺഗ്രസിന്റെ വിപുലീകൃത പ്രവർത്തക സമിതി യോഗം കർണാടകയിലെ ബെൽഗാവിൽ ചേരുന്നതിനിടയിലാണ് മരണവാർത്ത എത്തിയത്. ഇതേ തുടർന്ന് സമ്മേളനം നിർത്തി നേതാക്കൾ ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു. സോണിയാഗാന്ധിയും കേന്ദ്രമന്ത്രി JP നഡ്ഡയും മറ്റ് നേതാക്കളും എയിംസിലെത്തി. 1991 മുതൽ 1996 വരെ നരസിംഹറാവു സർക്കാരിൽ ധനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗാണ് സാമ്പത്തിക ഉദാരീകരണം, സ്വകാര്യവൽക്കരണം തുടങ്ങിയ പരിഷ്കാരത്തിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ പരമ്പരാഗത പാതയിൽ നിന്ന് വഴിമാറ്റിയത്. 2004 മുതൽ 2014 വരെ 2 വട്ടം പ്രധാനമന്ത്രി പദം വഹിച്ച മൻമോഹൻ സിംഗ് സമുദായത്തിൽ നിന്നുള്ള ആദ്യ പ്രധാനമന്ത്രിയായിരുന്നു. ശാന്തിഗിരി ഫെസ്റ്റ് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം സൗജന്യം. ശാന്തിഗിരി ആശ്രമത്തിൽ നടക്കുന്ന ശാന്തിഗിരി ഫെസ്റ്റിൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ പ്രവേശനം. സ്കൂൾ ഐഡന്റിറ്റി കാർഡ് കാണിച്ച് പ്രദർശനം കാണാം. ഫ്ലവർ ഷോയ്ക്ക് പുറമെ സ്നോ ഹൗസും ഒരുക്കിയിട്ടുണ്ട്. റോബോട്ടുകളും ഗോസ്റ്റ് ഹൗസും അമ്യൂസ്മെന്റ് പാർക്കും സജ്ജമാക്കി. അടുത്ത മാസം 19 ഫെസ്റ്റ് സമാപിക്കും. പ്രദർശനം കാണുന്നതിനായി നിരവധി പേരാണ് എത്തുന്നത്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. MT വാസുദേവൻ നായർ ഇനി ഓർമ്മ. ശിവഗിരി തീർത്ഥാടനത്തിൽ കുട്ടികളുടെ പദയാത്ര. ആധുനിക ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ശില്പി മൻമോഹൻ യുഗാന്ത്യം. ശാന്തിഗിരി ഫെസ്റ്റ് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം സൗജന്യം. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. പോയ വാരത്തിലെ വിജയി 7ാം ക്ലാസ് C ഡിവിഷനിലെ അഗ്നിജ അഗ്നിമ. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. MTക്ക് ജ്ഞാനപീഠം ലഭിച്ച വർഷം. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94
97 26 72 72. മാന്യ ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇന്നത്തെ നുറുങ്ങുവെട്ടം പരിപാടിയിൽ മലയാള സാഹിത്യത്തെ അനാഥത്വത്തിലേക്ക് തള്ളി കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞ MTയെക്കുറിച്ച് ഒരു അനുസ്മരണം. അവതരണം DIS. ഇതൊരു കാലത്തിൻ്റെ അസ്തമയമാണ്. വാക്കുകൾ നിറനിള പോലെ ഒഴുകിയിരുന്ന കഥകളിൽ കവിത കണ്ണാന്തളിയായി പൂത്തിരുന്ന ഹൃദയത്തിനു സ്വന്തമായൊരു അക്ഷരമാലയുണ്ടായിരുന്ന ഒരു സുന്ദരകാലത്തിൻ്റെ അവസാനം. മലയാളത്തിൻ്റെ സൗന്ദര്യവും സുഹൃതവും സാഫല്യവുമായിരുന്ന എഴുത്തിൻ്റെ ചക്രവർത്തി കഥാവശേഷനായിരിക്കുന്നു. നമ്മുടെ ഭാഷയിലെ വിശേഷണ പദങ്ങളെയെല്ലാം സ്വജീവിതത്തിൻ്റെ നിറവുകൊണ്ടു ചെറുതാക്കിയാണ് MT വാസുദേവൻ നായരുടെ വേർപാട്. നിളാതീരത്തെ കൂടല്ലൂർ എന്ന ചെറുഗ്രാമത്തിൽ നിന്നും ലോകത്തിൻ്റെ ഉയരത്തിലേക്ക് വളർന്നൊരാളുടെ അനശ്വരതയിലേക്കുള്ള യാത്ര. രാജപാതകളിലൂടെ സഞ്ചരിക്കുമ്പോഴും ഭൂമിയുടെ ചർമ്മത്തിലും ഞരമ്പുകളിലും നോക്കിക്കൊണ്ടാണു താൻ നടക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പേന കൊണ്ട് ഇത്രയധികം വിജയങ്ങൾ സാധിച്ചെടുത്ത മറ്റൊരു എഴുത്തുകാരനെ മലയാളം കണ്ടിട്ടില്ല. നല്ല കഥകളോടിഷ്ടം കൂടി പല തലമുറകളെ ഒരു കാലത്തെ തന്നെയും MT തനിക്കൊപ്പം ചേർത്തുപിടിച്ചു. ചിത്രകേരളം മാസികയിൽ 1950 പ്രസിദ്ധീകരിച്ച വിഷുവാഘോഷം എന്ന ആദ്യ കഥയിൽ നിന്നും 1954 ലോക മലയാള കഥാമത്സരത്തിൽ 1-ാം സമ്മാനം നേടിയ വളർത്തുമൃഗം എന്ന കഥയിൽ നിന്നും തുടങ്ങിയതാണ് അക്ഷരയാത്ര. ആഴമുള്ള കഥാപാത്രങ്ങളാണ് ആ തൂലികയിൽ നിന്നും പിറന്നത്. കഥ തീർന്നാലും തീരാത്തവർ. തിരക്കഥയെ വായിക്കാവുന്ന സിനിമയാക്കി ആദ്യം മലയാളിക്കു പരിചയപ്പെടുത്തിയത് MTയാണ്. അദ്ദേഹത്തിൻ്റെ നോവലുകളിലും ചെറുകഥകളിലും സിനിമകളിലുമായി മലയാളിയുടെ ഹൃദയത്തിലേക്കു കടന്നുവന്ന എത്രയെത്ര കഥാപാത്രങ്ങൾ. നോവലുകളിൽ ആദ്യമെഴുതിയ നാലുകെട്ടു മുതൽ ഒടുവിലെഴുതിയ വാരണാസി വരെ മനസ്സിൻ്റെ രാവണക്കോട്ടയിലൂടെയുള്ള സർഗസഞ്ചാരങ്ങളാണ്. വ്യാസമൗനത്തിനു ഭാഷ്യം കൊടുത്ത രണ്ടാമൂഴവും കാലമുറഞ്ഞ കാത്തിരിപ്പിൻ്റെ മഞ്ഞും ഏതു കാലത്തും മലയാളത്തിൻ്റെ യശസ്സുയർത്തിപ്പിടിക്കും. ആൾക്കൂട്ടത്തിൽ തനിയെ എഴുതിയ എഴുത്തുകാരൻ ഏതു തിരക്കിലും സ്വന്തമായൊരു ഏകാന്ത സാമ്രാജ്യം ഒപ്പം കൊണ്ടു നടന്നു. തൻ്റെ എഴുത്തിൻ്റെ മൂല്യം മറ്റേ ആരെയുംക്കാൾ നന്നായി അറിയാവുന്നത് അദ്ദേഹത്തിനു തന്നെയായിരുന്നു. വായനക്കാരുടെ വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മുൻപിൽ തലകുനിച്ചുകൊണ്ടാണ് ജ്ഞാനപീഠമടക്കമുള്ള എല്ലാ പുരസ്കാരങ്ങളും ഏറ്റുവാങ്ങിയത്. എഴുത്തിനേക്കാൾ അദ്ദേഹം വായനയ്ക്കു സമയം മാറ്റിവെച്ചു. മലയാള ഭാഷയുടെ ചൈതന്യത്തിനു വേണ്ടി എന്നും നിലകൊണ്ടു. എഴുത്തുകാരുടെ അവകാശങ്ങൾക്കു വേണ്ടി സ്വരമുയർത്തി. പുതിയ ചിന്തകൾക്കൊപ്പം സഞ്ചരിക്കാവുന്ന ഒരു മനസ്സിനെ സദാ സജ്ജമാക്കി വച്ചു. പത്രാധിപൻ എന്ന നിലയിൽ പുതിയ എഴുത്തുകാരെ കണ്ടെത്തുകയും അവർക്കായി അവസരങ്ങളുടെ വാതിൽ തുറന്നുവയ്ക്കുകയും ചെയ്തു. പ്രാചീന ജൂതർക്കിടയിലുണ്ടായ ഒരു പഴമൊഴിയെക്കുറിച്ച് MT എപ്പോഴും പറയാറുണ്ടായിരുന്നു. ദൈവത്തിനു കഥകൾ കേൾക്കാൻ ഇഷ്ടമായതുകൊണ്ടാണ് അദ്ദേഹം മനുഷ്യരെ സൃഷ്ടിച്ചത്. പ്രിയപ്പെട്ട MT, ഇപ്പോൾ ഞങ്ങൾക്കുമറിയാം, ഞങ്ങൾക്കായി കഥ പറയാൻ തന്നെയാണ് അങ്ങ് ഈ മലയാള നാട്ടിൽ പിറന്നത്. അങ്ങേക്കൊപ്പം ഇതേ കാലത്തു ജീവിക്കാനും അങ്ങെഴുതിയതൊക്കെയും വായിക്കാനും കഴിഞ്ഞത് ഞങ്ങളുടെ സുകൃതമാണ്. മഹാനായ ആ എഴുത്തുകാരന് ശിവഗിരി HS റേഡിയോയുടെ ഹൃദയാഞ്ജലികൾ. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.